അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. കുക്കറിൽ കുരുമുളക് പൊടിയുണ്ട്, കുറച്ച് സവാള, തക്കാളി, ഇനി ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയെല്ലാം ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി കുരുമുളക് പൊടി നമുക്ക് ഇട്ടെടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, വലിയ ജീരകം, ഗരം മസാല, ബീഫ് ഇട്ടുകൊടുക്കാം. ഇനി ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അധികം വെള്ളമൊന്നും ചേർക്കണ്ട, കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിക്കാം. ഒരു 6 വിസിൽ വരുന്ന വരെ വേവിക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിലേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകം, കറുവപ്പട്ട, ഏലക്കായ, 2 ഗ്രാമ്പു ഒന്ന് വറുത്ത് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വെക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇനി നമ്മൾ ബീഫ് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ പാനിലേക്ക് നമ്മൾ ചെറിയുള്ളി, കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ബീഫ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ച് വെച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.